ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചപ്പമാണ്. അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മിക്സിങ് നല്ല എളുപ്പമാണ്. പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുമെന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തു. 1.5 കപ്പ് ചേർക്കണം കേട്ടോ. ഞാനത് 1 കപ്പ് ചേർത്തിട്ട് തികഞ്ഞിട്ട് പിന്നെ 1/2 കപ്പും കൂടെ ചേർത്തായിരുന്നു. പിന്നെ അതിനകത്തേക്ക് നമ്മൾ 1.5 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇങ്ങനെ പിന്നെ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെയുള്ള അരിപ്പൊടി വേണം ഇട്ട് കൊടുക്കാനേ. നന്നായിട്ട് പൊടിച്ച് അരിപ്പൊടി പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കണം. മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേനും നല്ലപോലെ ഒരു 1/2 മിനിറ്റ് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണേ. അടിച്ചെടുത്തിട്ട് നമ്മളതങ്ങനെ ഒരു 10-15 മിനിറ്റ് നേരം വെച്ചേക്കണം. വെച്ചിട്ട് പിന്നെ നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ഒരു കറുത്ത എള്ള് ഒരു 1/2 സ്പൂണും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എള്ള് കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ചേർക്കാം. അപ്പോൾ എള്ളും കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്ക് അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന അച്ചപ്പ്. അതുകൊണ്ട് എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഇങ്ങനെ എത്ര നന്നായിട്ട് വരും എന്നുള്ളത്. അതുകൊണ്ട് ചെറിയ പാനിനകത്തോട്ട് കുറച്ച് എണ്ണ എടുത്തിട്ട് ഓരോന്നോരോന്നും ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് സമയം കൂടുതലെടുത്തു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പിന്നെ എണ്ണയ്ക്കകത്തോട്ട് നല്ല ചൂടായ പയ്യെ കുവള വരാൻ തുടങ്ങുന്ന എണ്ണയ്ക്കകത്തോട്ട് വെച്ച് നല്ലപോലെ ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഈ മാവിനകത്തോട്ട് മുക്കണം. മുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ അച്ചിൻ്റെ 3/4 ഭാഗമേ മുങ്ങാവുള്ളൂ. മുഴുവൻ മുങ്ങിയാൽ പിന്നെ അച്ചെന്നത് വിട്ട് വരാൻ ബുദ്ധിമുട്ടാണേ, വിട്ട് വരികയില്ല. അപ്പോൾ അങ്ങനെ ചൂടാക്കി ഈ മിക്സിനകത്തോട്ട് മുക്കി എന്നിട്ട് അത് ആ തിളച്ച എണ്ണയിലേക്ക് വെക്കുക. തിളച്ച എണ്ണയിലിട്ട് വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. അന്നേരത്തിന് ഈ മാവ് പയ്യെ അതിൽ നിന്ന് വിട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെ പയ്യെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് വിടിയിച്ചെടുക്കാവേ. അത് കഴിഞ്ഞത് ഇങ്ങനെ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് കുറഞ്ഞ് ചെറിയൊരു ഹാർഡാകുന്ന സമയത്ത് വേണം നമ്മൾ തിരിച്ചിടാൻ. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് ഒരു ചെറിയ ബ്രൗൺ കളറാണ് കേട്ടോ. ഒരു ചെറിയൊരു കളർ മാറ്റം വന്നു കഴിഞ്ഞൊരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേനും നമുക്ക് എടുക്കാം. അപ്പോൾ അച്ചപ്പം എണ്ണയിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളതിനെ കമത്തിയിട്ടിട്ട് വേണം അതിനകത്തുനിന്ന് ഇങ്ങനെ എടുക്കാൻ. അല്ലെങ്കിൽ എണ്ണയെല്ലാം കൂടെ അതിനകത്തോട്ട് കയറി വരും. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കുറച്ച് നേരം നമ്മളൊന്ന് പിടിച്ച് അതൊന്ന് ഷേക്ക് ചെയ്ത് ആ എണ്ണ കളയുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അച്ചപ്പത്തിന് ഇച്ചിരി എണ്ണമയം കൂടുതലുണ്ടല്ലോ. അപ്പം ഇങ്ങനെ പിടിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കളഞ്ഞിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പം ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ എടുത്തിട്ടപ്പോഴത്തേന് അതിലോട്ട് വീണിട്ട് അതൊന്ന് പെട്ടെന്ന് തന്നെ അതങ്ങ് പൊടിഞ്ഞു വന്നു. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെയുള്ള അച്ചപ്പം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഓർത്ത് ശരിയാകുമോ എന്ന് സംശയം കാരണം പേടിച്ച് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയെടുത്ത്. ഇപ്പം നമ്മൾ ഇച്ചിരി കൂടി വലിയൊരു പാൻ എടുത്തിട്ട് ഒരു 3-4 എണ്ണമൊക്കെ ഒരുമിച്ചിടുവാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. അങ്ങനെ നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഉറപ്പില്ലല്ലോ. അപ്പം ഉണ്ടാക്കി നോക്കിയപ്പോൾ മനസ്സിലായി ഇത് വലിയ വിഷമമൊന്നുമില്ല. ഇതിൻ്റെ മിക്സിങ് നല്ല എളുപ്പമാണ്. ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞൊരു 15-20 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരം. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് എത്രമാത്രം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ എണ്ണയ്ക്കകത്തൊക്കെ എണ്ണയ്ക്കകത്തൊക്കെ ഇട്ട് തന്നെ വളരെ നേരം ഉപയോഗിക്കുന്ന എണ്ണയായിരിക്കും. അതൊന്നും നല്ലതല്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിന് ഒപ്പിച്ച് ഉണ്ടാക്കിയെടുക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിരുന്നു. ഞാനിപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിക്ക് ഉണ്ടാക്കിയത് ഒരു 25 കൂടുതലുണ്ടായിരുന്നു. 26-27 അച്ചപ്പം ഉണ്ടാക്കിയെടുത്തായിരുന്നു.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ കമൻ്റ് ഇടുക. ഉണ്ട്, നല്ല ഷേപ്പിലും എല്ലാം വരുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സമയം ഇച്ചിരി എടുക്കുന്നുള്ളൂ അല്ല. അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ഇടുമ്പോഴത്തേന് ഇച്ചിരിച്ച് ഇങ്ങനെ പൊടികൾ വിട്ട് വന്നിട്ട് അതിനകത്ത് വരും. അത് നമ്മൾ ഇടയ്ക്കൊന്ന് കോരിക്കളയാൻ പറ്റുവാണ് നല്ല, അല്ലേ അത് കരിഞ്ഞു പോലെ വരും. അപ്പം ഞാനിന്ന് ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചത് നല്ല ക്രിസ്പിയാണേ. ഒന്ന് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.